തിയോഫനി ഗെയിം ഷോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. കർത്താവിന്റെ സംരക്ഷണം എന്ന സങ്കീർത്തനം ഇങ്ങനെ പോവുകയാണ്. ഇന്നത്തെ ഒരു ന്യൂസ് കണ്ടു. ഒരു ഡിവോഷണൽ ഗായികയായ ഒരു സ്ത്രീയുടെ ക്യാൻസർ കർത്താവിന്റെ സംരക്ഷണം എന്ന ഈ സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ഹീൽഡ് ആയെന്നുള്ളത്. അതെ, ദൈവം എല്ലായിടത്തും സജീവമാണ്. ആ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഗെയിമിലേക്ക് കടക്കാം. ഗെയിമിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ടീം അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ചങ്ങനാശ്ശേരി കുറുമ്പനാടം സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്ന് വരുന്ന ആൻ മേരി സണ്ണി ആൻഡ് സ്റ്റെനി പോൾ. നമുക്ക് അവരെ കൈയടിച്ച് നമ്മുടെ ഗെയിമിലേക്ക് സ്വാഗതം ചെയ്യാം. എറണാകുളം വടുതല സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്ന് വരുന്ന റൊണാൾഡോ ഡൊമിനിക് ആൻഡ് ഫിഷോൺ ഫ്രാൻസിസ്. നമുക്ക് കൈയടിച്ച് നമ്മളെ ഗെയിമിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം. കൊച്ചി കണ്ടക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്ന ജോയൽ എ ജെ ആൻഡ് അഭിയ തെരസിറ്റ. നമുക്ക് കൈയടിച്ച് നമ്മുടെ ഗെയിമിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം. അഭിയ, ജോയൽ, റൊണാൾഡോ, ഫിഷോൺ, സ്റ്റെനി ആൻഡ് ആൻ മേരി, നിങ്ങളെ ഒരിക്കൽ കൂടെ നമ്മുടെ തിയോഫനി ഗെയിം ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് തിയോഫനി ഗെയിം ഷോ? എന്താണ് തിയോഫനി എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? ദൈവത്തിന്റെ ദർശനം. നിങ്ങൾ വന്നിരിക്കുന്നത് എന്തിനാ? ദൈവത്തെ ദർശിക്കാനാണ് വന്നേക്കാ? അത് പറയുമ്പോ തന്നെ എനിക്കൊരു ചിരി വന്ന്. ശരിക്കും അത് ഉള്ളിൽ നിന്ന് പറഞ്ഞതാണ്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി നല്ലത്. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് വിജയിക്കാനും ആഗ്രഹമുണ്ട് അല്ലെ? ആഗ്രഹമില്ലേ ജോയലെ? വേണ്ടേ? സമ്മാനം കൊണ്ടുപോണ്ടേ നമുക്ക് കണ്ടക്കടവിലേക്ക്? വേണം. യെസ്, അതിനും കൂടെയാണ് വന്നിരിക്കുന്നത്. ദൈവത്തെ തീർച്ചയായിട്ടും ദർശിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ ഞങ്ങളുടെ എപ്പിസോഡിൽ മത്സരിച്ച കുട്ടികൾ പറയണേന്ന് അവർക്ക് ചെറിയ ഈ പറഞ്ഞ പോലെ പഠിക്കാനായിട്ട് 10ാം ക്ലാസ്സിലുള്ള 2 കുട്ടികളുണ്ടായിരുന്നു. അവര് പറയണേന്ന് പഠിക്കാനിരിക്കുമ്പോ ഭയങ്കര മടി. ഇതിലൊരു ഗെയിമുണ്ട്, ഒരു ചെറിയൊരു ഗെയിമുണ്ട്, മടി മാറ്റാനുള്ളൊരു ഗെയിമുണ്ട്. മടി മാറ്റി എങ്ങനെ നമുക്ക് ഉത്സാഹം തരാന്നുള്ളത്. അപ്പൊ ആ ഗെയിം കളിച്ചപ്പോ അവര് പറയണേ ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് നല്ല ഉത്സാഹമായിരിക്കും പഠിക്കാനായിട്ട്. അതുപോലെയാണ് നിങ്ങളിവിടെ വന്നിരിക്കുക. അതും ദൈവത്തിന്റെ ഒരു സാന്നിധ്യം കൊണ്ട് സംഭവിക്കുന്ന കാര്യം അല്ലേ? ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ കർത്താവിന്റെ സംരക്ഷണം എന്ന സങ്കീർത്തനം ചൊല്ലി പ്രാർത്ഥിച്ച് നല്ലൊരു ഗായികയാണ് അവര് അമേരിക്കയിലുള്ള ഒരു നമ്മുടെ ഡിവോഷണൽ പാട്ട് പാടുന്ന ഒരു ഗായികയാണ്. അവർക്ക് ക്യാൻസർ ആണെന്ന് അവര് തിരിച്ചറിഞ്ഞപ്പോൾ അവർ ആ ദിവസങ്ങളിൽ ഈ പ്രാർത്ഥന മാത്രമായിരുന്നു അവർ ചെയ്തത്. അവരപ്പോഴും പറയുന്നത്, ഡോക്ടേഴ്സ് പറയുന്ന സുഖപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാളും എന്റെ അസുഖം ഭേദമായി എന്ന് പറയുന്നതാണ്. സയന്റിഫിക് ആയിട്ട് അവർ ഒരിക്കലും കംപ്ലീറ്റ് സുഖപ്പെട്ടെന്ന് ഡോക്ടേഴ്സ് പറയാൻ സമ്മതിക്കില്ല. എന്റെ ക്യാൻസർ ഭേദമായി എന്റെ ഈ പ്രാർത്ഥന കൊണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള കുറവുകൾ, നിങ്ങൾക്കുള്ള ചെറിയ മടികളൊക്കെ ഈ ഗെയിമിൽ വരുമ്പോൾ ഈശോ മാറ്റിത്തരും. അതുപോലെ നിങ്ങളുടെ കഴിവുകളൊക്കെ കൂടുതൽ ജ്വലിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ആൻമേരിയൊക്കെ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് ഞങ്ങളോടൊന്ന് പറയോ? ബൈബിള് വായിച്ചു, അമ്മ കുറെ സഹായിച്ചു. അമ്മ എങ്ങനെ കഞ്ഞിക്കറിയൊക്കെ വെച്ച് സഹായിച്ചു? അല്ല, പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലേ? ഓക്കെ, ഗെയിമുകളൊക്കെ പഠിക്കാനും ബൈബിളൊക്കെ വായിക്കാനും പഠിക്കാനായിട്ട്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഒരു ദൈവവചനം പറയോ? ഏഷ്യ 45:2-3. ഞാൻ നിനക്കും പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തുറക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്തു. നിന്നെ പേരിച്ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. വെരി ഗുഡ്. നമുക്ക് ഈ ദൈവവചനം പഠിക്കാൻ പറ്റുന്നത് തന്നെ ദൈവത്തിന്റെ ഒരു വലിയ കൃപയാണ്, അനുഗ്രഹമാണ്. പറയൂ സ്റ്റിനി. അപ്പനെയോ അമ്മയോ പ്രാകുന്നവന്റെ വിളക്ക് കൂരിരുട്ടിൽ കെട്ടുപോകും. സുഭാഷിതം 20:20. അപ്പനോട് അമ്മയൊക്കെ പറഞ്ഞ അനുസരിക്കാറുണ്ടാ? എന്തായാലും ഈ വചനം നമ്മൾക്ക് എപ്പോഴും കൂട്ടായിരിക്കണം. ആ വചനം നമ്മുടെ ജീവിതത്തിൽ വിളക്കായിരിക്കണം അല്ലെ? വചനം അനുസരിക്കുകയും വേണം അല്ലെ? ഓക്കെ, പറയൂ ഫിഷോൺ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. ജോബ് 1:21. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. ഓക്കെ, പറയൂ റൊണാൾഡോ.
ലൂക്ക 2:52. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു. വെരി ഗുഡ്. നിങ്ങളും അങ്ങനെയാണോ വളർന്നു വരുന്നത്? ഓക്കെ, എന്തായാലും നല്ല സ്മാർട്ടായിട്ട് ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. ഒരുമിച്ചാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്? ബൈബിളൊക്കെ വായിച്ചതും കളികളൊക്കെ പ്രാക്ടീസ് ചെയ്തതും ആണോ? അതെ. ഓക്കെ, പറയൂ ജോയൽ. 72 പേർ മടങ്ങിയെത്തുന്നു. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ലൂക്ക 10:17. ഓക്കെ, അഭിയ പറയൂ. എവിടെയാണോ നിങ്ങളുടെ നിക്ഷേപം അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. മത്തായി 6:21. ഓക്കെ, എന്തായാലും നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ആദ്യത്തെ ലെവലിലേക്ക് പോവാം. ആർ യു റെഡി? ആർ യു റെഡി? യെസ്. നിങ്ങൾ റെഡി ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഗെയിമിലേക്ക് കിടക്കാം. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 1. ലെവൽ 1-ൽ നിങ്ങളുടെ മേശപ്പുറത്ത്, നിങ്ങളുടെ ടേബിളിന് പുറത്ത് ഒരു പടം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഒരു 20 ബ്ലോക്ക് വെച്ച് മറച്ചിരിക്കണം. ഒരു പടം ഏതോ ഒരു ബ്ലോക്കിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ 5 ബ്ലോക്ക് വരെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് അവസരം തരും. ഞാൻ ആദ്യം പറയും, ആദ്യത്തെ ബ്ലോക്ക് മാറ്റാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ മാറ്റാം. മാറ്റി നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ബ്ലോക്ക് എടുക്കാം. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ബ്ലോക്കിന്റെ അടിയിലായിരിക്കും ഈ പിക്ചർ ഉണ്ടാവുക. പിക്ചർ, ഒളിച്ചിരിക്കുന്ന പിക്ചറെ കണ്ടെത്താനുള്ള ഗെയിമാണ് ആദ്യത്തെ ഗെയിം. റെഡിയാണോ നിങ്ങൾ? റെഡിയാണോ? യെസ്. നിങ്ങൾ റെഡിയാണെങ്കിൽ ആദ്യത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് എടുക്കാം. കിട്ടിയില്ല? ആർക്കെങ്കിലും കിട്ടിയ? ഇല്ല. ഓക്കെ, രണ്ടാമത്തെ ബ്ലോക്ക് നിങ്ങൾക്ക് എടുക്കാം. രണ്ടാമത്തെ ബ്ലോക്ക് ഒരു രക്ഷയില്ല അല്ലേ? കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ ബ്ലോക്ക്. ടീം ബിക്ക് കിട്ടി. ആ ചിത്രം ഐഡന്റിഫൈ ചെയ്യണം, ഏതാണ് പിക്ചർ എന്ന് തിരിച്ചറിയണം. യേശു ഉദ്ധാനം ചെയ്ത ശേഷം തോമസ് ലീഹ യേശുവിനെ കണ്ടെന്ന് മറ്റു ശിഷ്യന്മാര് പറഞ്ഞപ്പോൾ വിശ്വസിക്കാതെ യേശുവിന്റെ കൈകളിലെ തുളകളിലൂടെ വിരലിടുകയും യേശുവിന്റെ നെഞ്ച് കാണുകയും ചെയ്താലേ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട് യേശുവിനെ കാണുന്ന. ഓക്കെ, നമുക്ക് ചോദിക്കാം. LED സ്ക്രീനിൽ ചോദിക്കാം, ഏതാണ് പിക്ചർ എന്ന്. യെസ്, തോമസ് ലീഹ ഈശോയുടെ അല്ലേ ആ തിരുമുറിവിൽ തൊട്ടിട്ട് പറയുക. എന്താണ് പറഞ്ഞ ഡയലോഗ്? തോമസ് ലീഹ എന്താ പറഞ്ഞത്? ഓർക്കണ്ട? അതാണ് ഏറ്റവും വലിയ പ്രഖ്യാപനം, വിശ്വാസ പ്രഖ്യാപനം. ഏറ്റവും വലിയ പ്രഖ്യാപനം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇത് തോമസ് ലീഹ പറഞ്ഞു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ തിയോഫനി ഗെയിം ഷോയിലെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ ലെവൽ അവസാനിക്കുമ്പോ വിൻ ചെയ്തിരിക്കുന്ന ടീം ബി ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം ബി ആദ്യത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര പോയിന്റ് ആണ് കിട്ടുന്നത്? 50. യെസ്. ടീം ബി ആദ്യത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 50 പോയിന്റ് ആണ്. സൂപ്പർ. യെസ്, പറയൂ. റൊണാൾഡോ ആൻഡ് ഫിഷോൺ, പേരിച്ചിരി അല്ലേ? പറയൂ റൊണാൾഡോ. എന്തൊക്കെയാണ്, എത്രയിലാണ് പഠിക്കുന്നത് റൊണാൾഡോ? 8ാം ക്ലാസ്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ്? സെന്റ് ആൽബർട്ട്സ്, എറണാകുളം. സെന്റ് ആൽബർട്ട്സിലെ താരമാണ്. ഓക്കെ. ഫിഷോനോ? 8ാം ക്ലാസ്സിൽ സെന്റ് ആൽബർട്ട്സിൽ പഠിക്കുന്നു. സെന്റ് ആൽബർട്ട്സ്. നിങ്ങൾ സെയിം ക്ലാസ്സിലാണോ പഠിക്കുന്നത്? വേറെ ഡിവിഷനാണ്. ആണോ? കുറെ ഡിവിഷൻസ് ഉണ്ടോ നിങ്ങൾ 8ാം ക്ലാസ്സിലെ പിള്ളേർക്ക്? ആണോ? ഓക്കെ. അവിടെ നിലയിലുള്ള പിള്ളേർക്കൊക്കെ ആൽബർട്ട്സിലാണല്ലേ പഠിക്കുന്നത് മിക്ക കുട്ടികളും? ഓക്കെ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? ഫിഷോൺ എന്നാണോ പറയണേ? എങ്ങനെ പറയണ? ഫിഷോൺ. മറ്റേ സ്റ്റൈലൈസ്ഡ് ഒക്കെ ചെയ്ത് പറയണോ അല്ലെ? ഓക്കെ, ഫിഷോൺ. സോഷ്യൽ സ്റ്റഡീസ് ആണ് ഇഷ്ടം. ഹിസ്റ്ററി വായിക്കാൻ ഇഷ്ടമാണോ? ആൻസർ ഒക്കെ എഴുതുമ്പോ കുറെ എഴുതേണ്ടി വരും. എസ് ഒക്കെ കുറെ ഡീറ്റെയിൽ. ഹിസ്റ്ററിയാണോ ഇഷ്ടം കൂടുതൽ അതിനകത്ത്, അല്ലെങ്കിൽ ജോഗ്രഫിയാ? ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയില് നമ്മളെ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് അറിയാവോ? കുറച്ചൊക്കെ അറിയാം. ഓക്കെ.
പറയൂ റൊണാൾഡോന്റെ. എനിക്കും സോഷ്യൽ തന്നെയാണ് ഇഷ്ടം. ആണോ? ഓക്കെ. ഹിസ്റ്ററിയൊക്കെയാണ് ഇഷ്ടം, കൂടുതൽ വായിക്കാൻ ഇഷ്ടം. കഥകളൊക്കെ വായിക്കുവോ? വായിക്കും. വായിക്കും. ഓക്കെ. ഈശോ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കഴിവ് ഏതാണ്? ഈ ഫിഷോൺ പറ. ഫുട്ബോൾ കളിക്കും. ഫുട്ബോൾ കളിക്കും. ആൽബർട്സിൽ നല്ല സ്കൂൾ ടീം ഉണ്ടെന്നുണ്ട്. എനിക്ക് മിക്കപ്പോഴും ആൽബർട്സ് സ്കൂൾ ടീമിലെ പിള്ളേരൊക്കെ മിക്കവാറും കേരള അല്ലെങ്കിൽ ജില്ലാ ടീമിലൊക്കെ വരാറുണ്ട്. സ്കൂൾ ടീമിലുണ്ടോ നിങ്ങള്? സ്കൂൾ ടീമിൽ കയറിയിട്ടില്ല. വടുതലയിലുണ്ടല്ലോ, വടുതല ഡോൺ ബോസ്കോയില് നല്ലൊരു ഫുട്ബോൾ ക്ലബും പിള്ളേരൊക്കെ ഇല്ലേ, അവിടെ കളിക്കാറുണ്ടോ? ഓക്കെ. റൊണാൾഡോ ചെസ് കളിക്കും. ചെസ് കളിക്കും. കളിക്കാരാണ് നിങ്ങള് അല്ലേ? സ്പോർട്സ് ആണ് ഇഷ്ടമായിട്ടുള്ള. അതെ. പാടുകയൊക്കെ ചെയ്യൂ? പാട്ട് പാടോ? ഇല്ല. ഒരുപോലെ ഉത്തരം പറഞ്ഞു. എന്തായാലും ഉണ്ട്, നിങ്ങൾക്കും പാടാനൊക്കെ കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പാടി നോക്കിയിട്ടില്ലെന്ന് മാത്രമാണ് അല്ലേ? ഇടയ്ക്കിന് പാടി നോക്കണം. ഡാൻസ് ചെയ്യൂലേ? ഇല്ല. വടുതലയിലെ പിള്ളേര് ഡാൻസ് ചെയ്യാത്ത പിള്ളേർ, എനിക്ക് സംശയമാണ്. അവിടെ നല്ല ഡാൻസേഴ്സ് ഇഷ്ടം പോലുള്ള ഡാൻസ് ഗ്രൂപ്പുകളുള്ളതാണല്ലോ. എന്തായാലും അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടാ. നമുക്ക് ഓരോ ദിവസവും ദൈവം തന്നിട്ടുള്ള ഓരോ സ്പെഷ്യൽ ടാലന്റ് എന്താണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഫിഷോന് നന്നായിട്ട് ചിരിക്കാനുള്ള കഴിവ്. യെസ്, എനിക്ക് നന്നായിട്ട് ചിരിക്കാൻ കഴിവുണ്ടല്ലോ അല്ലേ? തിരിച്ചത് നല്ല ഭംഗിയുള്ള ചിരിയാണ്. ഈ ചിരി പലപ്പോഴും നമുക്ക് ഈ ചിരി കൊണ്ട് മറ്റുള്ള വിഷമിച്ചിരിക്കുന്ന ഒരാളെ നോക്കി നമ്മൾ ചിരിച്ചാൽ അയാൾക്കൊരു ആശ്വാസം കിട്ടും അല്ലേ? നമ്മുടെ ചിരിക്ക് അങ്ങനെ ഒരു ദൈവം തന്നിരിക്കുന്ന ഒരു ടാലന്റാണ് നന്നായിട്ട് ചിരിക്കാൻ പറ്റുക എന്നുള്ളത്, ഒരു കഴിവാണ്. അപ്പൊ അത് ഉപയോഗിക്കണം കേട്ടാ. ഓക്കെ. എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഞാൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആരാവണം എന്നാണ് ആഗ്രഹം എന്ന് ചോദിച്ചാലാ പറയൂ. ഇപ്പൊ ആഗ്രഹം ഉണ്ടോ അങ്ങനെ? എന്താണ് ഫിഷോ? IPS ആവണം. IPS പോലീസുകാരനാവുമ്പോള്ള താല്പര്യമാണ്. ആരെങ്കിലും ഇടിക്കാൻ ഇപ്പോഴേ ടാർഗറ്റ് ഉണ്ടാ? പിന്നെ റൊണാൾഡോയ്ക്ക് ലെക്ചർ, കോളേജിൽ പഠിപ്പിക്കുന്ന ലെക്ചർ, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ആവണതാ. അതുക്കും മേലെ ലെക്ചറർ ആവണം അല്ലെ? ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കാൻ പോണ? സോഷ്യൽ സ്റ്റഡീസ്. ഓക്കെ. ഏതായാലും നിങ്ങൾക്കുള്ള ആഗ്രഹങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്യണം ഈശോയുടെ. ഈശോയെ, ഇത് നിന്റെ ഇഷ്ടമാണോ? ഫിഷോൻ ഈ പറഞ്ഞ IPS ഓഫീസർ ആവണോ, അല്ലെങ്കിൽ മിലിറ്ററി പോണോ, അല്ലെങ്കിൽ ഞാനൊരു അച്ഛനാവണോ, വൈദികനാകണോ എന്ന് നിന്റെ ഇഷ്ടം എന്താണെന്ന് ഇടയ്ക്ക് ഈശോയോട് ചോദിക്കണം അല്ലേ? ഈശോ പറയും, ഫിഷോനെ നീ ഇന്നതായാ മതി, നീ വൈദികനായാ മതി അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? വൈദികനാവും. യെസ്. അപ്പോ എന്തായാലും ഈശോയുടെ ഇഷ്ടം ചോദിക്കണം രണ്ടുപേരും. ഞങ്ങൾക്കുള്ള ആഗ്രഹം ഇതാണ്, എങ്കിലും ദൈവമേ നിന്റെ ഇഷ്ടം ഞങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരണം, നീ ആഗ്രഹിക്കുന്നത് എന്താണെന്ന്. ഓക്കെ. അപ്പോ എന്തായാലും നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. ഈശോ നടത്തി തരട്ടെ. ഈശോയുടെ ആഗ്രഹം, ഈശോയുടെ ഇഷ്ടം, നമ്മളെക്കുറിച്ചുള്ള ഈശോയുടെ ഇഷ്ടം ഈശോ വെളിപ്പെടുത്തി തരട്ടെ. ഓക്കെ. നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിനിടയ്ക്ക് കേൾക്കും. ഓക്കെ. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 2. ഒക്ടോബർ മാസം എന്തിന്റെ മാസമാണ്? ജപമാലയുടെ മാസമാണ് അല്ലെ? നമുക്ക് എത്ര രഹസ്യങ്ങളുണ്ട്? സന്തോഷത്തിന്റെ രഹസ്യം, പ്രകാശത്തിന്റെ രഹസ്യം, ദുഃഖത്തിന്റെ രഹസ്യം, മഹിമയുടെ രഹസ്യം. അപ്പൊ എത്ര ഉണ്ട്? 4 രഹസ്യങ്ങളുണ്ട് അല്ലേ? 4 രഹസ്യത്തില് 5 ഓരോന്നിനും 5 ഭാഗങ്ങളുണ്ട് അല്ലേ? നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും കൊന്ത ചെല്ലാൻ പറ്റുക, പേഴ്സണലായിട്ട്. നമ്മൾക്ക് എപ്പോഴും പേഴ്സണലായിട്ട് കൊന്ത ചെല്ലുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് വെച്ചാൽ നമ്മൾക്കും കുറച്ചുകൂടെ കൊന്തയിലെ എല്ലാ രഹസ്യങ്ങളും എല്ലാം നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. ഒപ്പം തന്നെ ഈ കൊന്ത ചെല്ലുമ്പോൾ ഏറ്റവും ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊന്ത ചൊല്ലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയും മാതാവിനോടൊപ്പം. ഇന്ന് കുർബാനയ്ക്ക് പറഞ്ഞ പശം പറയണേന്ന്, നമ്മൾ കൊന്ത ചെല്ലുമ്പോ നമ്മൾ മാതാവിന്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങുന്നു. കൊന്ത അവസാനിക്കാറാവുമ്പോ മാതാവ് നമ്മുടെ കൈ പിടിച്ച് പ്രാർത്ഥന ചെയ്തു. അപ്പോ ഇത് നമുക്ക് പലപ്പോഴും നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. നമുക്ക് എന്തെങ്കിലും ആളുകൾ പറയും, മോനെ എന്റെ അസുഖം മാറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണോട്ടാ ഫിഷോനെ എന്ന് പറഞ്ഞാൽ ഫിഷോൻ ഉടനെ കൊന്ത എല്ലി പ്രാർത്ഥിക്കുക. കൊന്ത എല്ലിയിട്ട് പരിശുദ്ധ മറിയുമ്പോൾ ചെല്ലുമ്പോൾ അവസാനം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് മാതാവെ പ്രാർത്ഥിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും.
ഓക്കെ, എന്തായാലും നമ്മളുടെ ഈ ഗെയിം, നമ്മ കൊന്തയെ കുറിച്ചൊക്കെ പറഞ്ഞത് നമ്മളുടെ ഈ ലെവലിലെ മത്സരത്തെ കുറിച്ച് പറയാനാണ്. ഈ ലെവലിൽ നമ്മൾ മത്സരിക്കുന്നത് നിങ്ങൾക്ക് ഇതാ ഒരു ഗ്ലാസ് ബൗളിൽ നിങ്ങൾക്ക് കുറെ മുത്തുകളുണ്ട് അല്ലെ, വെള്ള മുത്തുകളുണ്ട്. ഈ മുത്തുകളുടെ ഇടയിൽ ഒരു വേറെ കളറില മുത്തും കൂടി ഉണ്ട്. അത് 10 മുത്തുള്ളൂ. ബാക്കിയെല്ലാം കുറെ വെള്ളമുത്ത് കുറെ ഉണ്ട് അല്ലെ. ഈ 10 മുത്തുകൾ എടുത്ത് റെയർ ആയിട്ടുള്ള കളറുള്ള ഈ ഡിഫറെന്റ് കളറുള്ള ഈ 10 മുത്തുകൾ എടുത്ത് നിങ്ങൾ ഒരു നല്ലൊരു കൊന്ത കെട്ടണം. അതിനുവേണ്ടിയുള്ള സൂചി ഇവിടെ എണ്ണയിൽ വെച്ചിട്ടുണ്ട്. എണ്ണയിലാണ് സൂചി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ എണ്ണമയൊക്കെ കളഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. കുരിശിൽ കെട്ടിയിട്ടുള്ള ഒരു നൂലുണ്ട്. അപ്പൊ അതിൽ നല്ലൊരു കൊന്ത കോർത്തെടുക്കണം. റെഡിയാണോ? റെഡിയാണോ നിങ്ങള്? ഓക്കെ, എന്തായാലും നിങ്ങൾ നല്ലോണം മാതാവിനെ കൂടെ ഇരുത്തിക്കൊണ്ട് കൂടെ പിടിച്ച് മാതാവിനോടൊപ്പം നിങ്ങൾ ഈ ലെവൽ മത്സരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഓക്കെ, ഇത് നന്നായിട്ട് കെട്ടി കംപ്ലീറ്റ് ചെയ്യുന്ന ആളാണ് വിജയിയാവുക. അല്ല, ആരും അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഏറ്റവും കൂടുതൽ മുത്തുകൾ കോർത്ത ടീമായിരിക്കും വിജയിക്കുന്നത്. ക്ലിയർ ജോയൽ? യെസ്. സോ നിങ്ങൾക്കിത് കളിക്കാനായിട്ട് കിട്ടുന്ന സമയം, ഈ കൊന്ത ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന സമയം 1.5 മിനിറ്റാണ്. എത്രയാണ്? 1.5 മിനിറ്റ്. അപ്പൊ 1.5 മിനിറ്റിനുള്ളിൽ നിങ്ങൾ നല്ലൊരു കൊന്ത ഉണ്ടാക്കുക. നല്ലൊരു പ്രാർത്ഥനയോടെ നമുക്ക് ഈ കൊന്ത ഉണ്ടാക്കുന്ന ഈ ലെവൽ മത്സരിക്കാം. റെഡി അല്ലേ? Are you ready? Yes. If you are ready, your time start now. Fast. കൊടുത്തില്ലേ? Come on. Fast. കൊടുത്തു. വേഗം പെട്ടെന്ന് കോർത്തോ ജോയലേ, വേഗം വെച്ച് കോർത്തോ. 10 സെക്കൻഡ് ഉള്ളൂ, 10 സെക്കൻഡ് കൂടി ഉള്ളൂ. 3, 2, 1. താങ്ക് യു. കൈ എടുക്കാൻ പറ്റണ്ട. ഓക്കെ. അബിയ, ഇത് കോർക്കാൻ സമയം എടുത്തുന്നോ അല്ലേ? ഇത് പെണ്ണുങ്ങളുടെ ജോലിയായിരുന്നാ ജോയല്? കുഴപ്പമില്ല, എന്നാലും അവസാനമൊക്കെ കോർത്ത്. എന്തായാലും ടീമേ എങ്ങനെയുണ്ടായിരുന്നു മത്സരം? ഉഷാറായിരുന്നാ ആൻഡ് മേരി? എത്ര എണ്ണം കോർത്തു? 6 എണ്ണം കോർത്തു. 1 എണ്ണം കയ്യിലുണ്ടായിരുന്നു. പിന്നെ കണ്ടെത്താൻ പറ്റിയില്ല അല്ലേ? ഭയങ്കര കുറെ വെള്ളമുത്തുകളുടെ ഇടയിലായതുകൊണ്ട്. എന്തായാലും 6 എണ്ണം നിങ്ങൾ കോർത്തു. നിങ്ങൾ എത്ര എണ്ണം? 3 എണ്ണം കോർത്തു. എടുക്കാൻ പറ്റില്ലല്ലേ? കൈ ഇട്ട് അല്ല, ആരാണ് കൈ ഇട്ട് എടുത്തത്? കിഷോനെ എങ്ങനെ ഉണ്ടായിരുന്നു? ഉള്ളിന് എടുക്കാനായിട്ട് ഒരു ടഫല്ലേ? ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? 2 എണ്ണം കോർത്ത്. 1 കയ്യിലുണ്ട്. 2 കയ്യിലുണ്ട്. എന്ത് പറ്റി ജോയലെ? കയ്യിന്ന് പോയി. എന്താണ് കൈ വിറക്കണ്ടായിരുന്നാ? പേടിയുണ്ടാ? ഉണ്ടാ? ഇച്ചിരി മാറ്റ്, ടെൻഷനൊക്കെ കളാ. അല്ല, ഉഷാറായിട്ട് മത്സരിക്കേ. എന്തായാലും മത്സരം അവസാനിക്കുമ്പോ ടീം എയില് ആൻമേരിയും സ്റ്റെനിയും കൂടെ 6 മുത്തുകൾ കോർത്തിട്ടുണ്ട്. 4 മുത്തും കൂടെ കോർത്ത് നന്നായിട്ട് കെട്ടാൻ പറ്റിയിരുന്നെങ്കിൽ ഇറ്റ്സ് ഗുഡ്, നല്ലതായിരുന്നു. ഇവിടെ 3 എണ്ണം കോർത്ത് അല്ലേ ടീം ബി? കിഷോൻ 3 എണ്ണം, ജോയല് 2 എണ്ണം, അബിയ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വിൻ ചെയ്തിരിക്കുന്ന ടീം, നമ്മൾ തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിൽ 2ാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻ.
അങ്ങനെ രണ്ടാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് എത്ര പോയിന്റ്? 70. യെസ്, 70 പോയിന്റ്സ് ആണ് അവർക്ക് ലഭിക്കുന്നത്. ആൻ മേരി, സ്റ്റെനി, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കട്ടെ. പറയും, ചങ്ങനാശ്ശേരിയിൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ഏതാണ്? കുറുമ്പനാടം. ചങ്ങനാശ്ശേരിക്ക് അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. ഇച്ചിരി മാറിയ. ഓക്കെ. നിങ്ങള് സെയിം ഇടവകയിൽ ആണ് അല്ലെ? സെയിം സ്കൂളിലാണ് പഠിക്കുന്നത്? എത്രയിലാണ് പഠിക്കുന്നത്? ആൻമേരി പറ. ആൻമേരിയുടെ വിശേഷം തൊട്ട് തുടങ്ങാം. ഞാൻ 8ലാണ് പഠിക്കുന്നത്. ആൻമേരി കലിപ്പിലാണോ? അല്ല. ഓക്കെ. ആൻമേരി 8ലാണ് പഠിക്കുന്നത്. സെന്റ് പീറ്റേഴ്സിലാണ് ഞാൻ പഠിക്കുന്നത്. സെന്റ് പീറ്റേഴ്സ് HSS കുറുമ്പനാടം. കുറുമ്പനാടം അവിടെ തന്നെ, അടുത്ത് തന്നെയാണ്. നടക്കുന്നതേ ഉള്ളൂ. 8ാം ക്ലാസ്സിലാണ്. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാ? സയൻസ് ആണ്. ഓക്കെ. സയൻസ് ടീച്ചർ, പഠിപ്പിക്കുന്ന ടീച്ചർ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആണോ? ടീച്ചറുടെ പേരെന്താണ്? മിസ്സിന്റെ പേരെന്താണ്? 3 പേരുണ്ട്. ബയോളജി, കെമിസ്ട്രിയും ഫിസിക്സും ആണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ബയോളജി ടീച്ചർ ചെല്ലമ്മ ടീച്ചറാണ്. പിന്നെ ഫിസിക്സ് പഠിപ്പിക്കുന്ന ടീച്ചർ തെരേസ് ടീച്ചറാണ്. പിന്നെ കെമിസ്ട്രി ബെച്ച് ടീച്ചർ. ഓക്കെ. ആ ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആ സബ്ജക്റ്റും നല്ല ഇഷ്ടമാണ്. വെരി ഗുഡ്. വലുതാവുമ്പോ ആരാകണമെന്നാണ് ആൻമേരി? ഡോക്ടർ ആകാനാണ്. അതുകൊണ്ടാണ് സയൻസ് ഒത്തിരി ഇഷ്ടപ്പെടുന്നത്. നമ്മള് നല്ലോണം പഠിക്കാനുണ്ട് അല്ലെ? കുറെ വാക്കുകളും. ഈ ഡോക്ടറിൽ തന്നെ എന്തിലാണ്, ഏതിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് താല്പര്യം? ഗാസ്ട്രോളജി. ഇപ്പോഴേ തീരുമാനം എടുത്തു കഴിഞ്ഞു. നമ്മളൊക്കെ എന്തായാലും ഡോക്ടറെ കാണാൻ വരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈശോയുടെ ഒത്തിരി കൃപ ആവശ്യമുള്ളൊരു പ്രൊഫഷനാണ് അല്ലെ? എന്താ, രോഗികളൊക്കെ ഡോക്ടർ ദൈവമായിട്ടാണ് കാണുന്നത് അല്ലെ? അവര് അസുഖങ്ങളായിട്ട് വരുമ്പോ ഡോക്ടർ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും വളരെ പവർഫുൾ ആയുള്ള മെഡിസിന്റെ പവറാണ് അവർ പ്രതീക്ഷിക്കുന്നത് അല്ലെ? അപ്പോ ഒത്തിരി തമ്പുരാനെ കൂട്ടുപിടിച്ചു വേണം നമ്മൾ ഈ പ്രൊഫഷനിലേക്ക് കടക്കാനും അതിനൊരുങ്ങാനും. ഒത്തിരി ടഫാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എളുപ്പമല്ല. ഡോക്ടറിന്റെ എൻട്രൻസ് എഴുതി അഡ്മിഷൻ കിട്ടാൻ തന്നെ നല്ല ടഫാണ് അല്ലെ? എന്തായാലും ഈശോ കൂടെ വേണം. പക്ഷെ ദൈവം പറയുന്നുണ്ട് എന്താണ്? എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13 അല്ലെ? അപ്പൊ ഈ വചനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മള് പരീക്ഷയ്ക്കൊക്കെ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. എന്തായാലും ആഗ്രഹങ്ങൾ കൊടുക്കുക. എന്താണ് ഈശോ തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ്? ഡാൻസും. പിന്നെ ഡാൻസ് ഒരുങ്ങിയിട്ടുണ്ട്. പാട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഡാൻസ് നമുക്ക് കാണാം. പാട്ട്. അടുത്ത ടാലന്റ് എന്നാ ദൈവം തന്നേക്കണം? പാട്ട് പാടും. വെരി ഗുഡ്. പറയൂ. സ്റ്റെനി അല്ലെ? എങ്ങനെ വിളിക്കുക? സ്റ്റെനി തന്നെ. സ്റ്റീനി എന്നല്ല, സ്റ്റെനി. ഓക്കെ. സ്റ്റെനി പറയൂ. സ്റ്റെനിയുടെ വിശേഷങ്ങൾ. ഞാനും 8ൽ തന്നെയാ പഠിക്കുന്നത്. എന്തൊരു സ്വരം! ഇത് ഭയങ്കര നല്ല സ്വരം ഉണ്ടല്ലോ. പറ. ആ സ്വരത്തിൽ തന്നെ പറ. ഞാനും സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കുറുമ്പനാടത്ത് തന്നെയാ പഠിക്കുന്നത്. ഞാനും 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഞാനും സെന്റ് പീറ്റേഴ്സിൽ പഠിക്കുന്നത്. സയൻസിൽ തന്നെ എനിക്ക് സെയിം ക്ലാസ്സിലാണ്. ആണോ? ഈ ടീച്ചേഴ്സിനൊക്കെ എനിക്ക് ഇഷ്ടമാണോ? പക്ഷെ ഏറ്റവും ഇഷ്ടം ഞങ്ങളുടെ ക്ലാസ് ടീച്ചറാ, ടിഷോ ടീച്ചർ. ആണോ? എന്താണ് പഠിപ്പിക്കുന്ന ടീച്ചർ? ഇംഗ്ലീഷ് ആണോ ഇഷ്ടപ്പെട്ട സബ്ജക്ട്? ഇംഗ്ലീഷ് റെസിറ്റേഷനൊക്കെ അറിയാവോ? അറിയില്ല. ഓക്കെ. ഇംഗ്ലീഷില് ഓക്കെ. അപ്പൊ ഇംഗ്ലീഷ് ഇഷ്ടമാണ്. വലുതാവുമ്പോ ആരാകണമെന്നാണ്? ഡോക്ടർ. ഇംഗ്ലീഷ് ഭയങ്കര സാഹിത്യകാരിയായിട്ടുള്ള ഡോക്ടറാണ്. രണ്ടുപേരും ഇഷ്ടമുള്ള സബ്ജക്ട് ബയോളജിയാണ്. ഓക്കെ. എന്തായാലും രണ്ടുപേരുടെയും ടാലന്റ്സും ഏറ്റവും ബെസ്റ്റ് ടാലന്റ് എന്താണ്? ഡാൻസ്. പാട്ട് പാടും. ഇപ്പൊ പാട്ട് പാടാൻ ചാൻസ് തരട്ടെ. ഡാൻസ് നമുക്ക് കളിക്കാം. തീർച്ചയായിട്ടും കളിക്കാം. ഇപ്പൊ പാട്ട് പാടാൻ ഒരു അവസരം തന്നെ പാടുവോ? രണ്ടുപേരും കൂടിയാണോ പാടാൻ പോണം? ഓക്കെ, പാടിക്കോ. അമ്മേ നിന്റെ പേര് പോലൊരു ഇമ്പം ചെമ്മേ എന്റെ ചങ്കിലുമേകണമേ, കന്യേ നിന്റെ ജീവിതത്തിന്റെ സത്യം എന്നും എന്റെ ഉള്ളിലുമേകണമേ. സിയോൻ മാതാവേ, ആനന്ദമേകുന്നൊരമ്മനിയേ, കാരുണ്യമാതാവേ, സാന്ത്വനമേകുവാൻ നീ വരണേ, എന്നും മുന്നിൽ നിൽക്കുന്നമ്മേ മക്കൾ മാതാവേ. മണ്ണിൽ നിന്നോടൊപ്പം
നിന്നോടൊപ്പം വാഴ്ത്താനെത്തും മാതാവേ, സിയോൻ വാഴ്ത്തി ശാലോം വാഴ്ത്തി നിന്നോടൊപ്പം ചേരാനായി, സിയോൻ വാഴ്ത്തി ശാലോം വാഴ്ത്തി നിന്നോടൊപ്പം ചേരാനായി, നിന്മകനീശ്വരെ വാഴ്ത്താനും നൽവരമേകണമേ, നിന്മകനീശ്വരെ വാഴ്ത്താനും നൽവരമേകണമേ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി നിങ്ങളുടെ ഡാൻസ് ഞങ്ങൾക്ക് കാണാം, ഞങ്ങൾ കാണാം. അപ്പോ നിങ്ങളെ മ്യൂസിക് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലേ ചെയ്യാം. റെഡി അല്ലേ? ഡാൻസ് കളിക്കല്ലേ? യെസ്. അങ്ങനെ മനോഹരമായ അല്ലേ ആ പാട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അമ്മയിൽ എന്ന് പറഞ്ഞ സിനിമയിലെ ഇൻട്രോ സോങ് നന്നായിട്ട് നിങ്ങൾ ചെയ്തു. നല്ല രസമുണ്ട്. ഒരു പുതിയൊരു ആവിഷ്കാരം പോലെ ഫീൽ ചെയ്ത് നല്ല നന്നായിട്ട് സിങ്കർണൈസ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്ത് സൂപ്പർ ആയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. തിയോഫനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by Youth Smart Travels Ernakulam. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 3. ബൈബിളിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരും. നമ്മളൊരു വിരുന്ന്, ഈശോ പറയുന്ന ഒരു കാര്യം, നിങ്ങളൊരു വിരുന്നിന് പോകുമ്പോ അവിടെ പ്രധാനപ്പെട്ട ആളുകൾ ഇരിക്കുന്ന സീറ്റിൽ നിങ്ങൾ പോയി ഇരിക്കരുത്. നിങ്ങൾ പുറകിൽ പോയിരിക്കണം. അപ്പൊ വിരുന്നുകാരൻ വന്ന് നിങ്ങളെ വിളിച്ചു കൊണ്ടുപോയി നിങ്ങൾ പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി നല്ലോണം ബഹുമാനിച്ചിരുത്തും. അപ്പോൾ സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വിലയുണ്ടാവുമെന്ന് പറയാം അല്ലെ? അതുപോലെ പലപ്പോഴും ഒരു കൃഷിക്കാരന്റെ ഉപമ പറയുന്നുണ്ട്. എന്താണ്? കൃഷിക്കാരൻ കൃഷിക്കാര്യത്തിനായിട്ട് പണിക്കാരെ കൂട്ടിക്കൊണ്ടുപോണത് അല്ലെ? ദിവസത്തിന്റെ ആദ്യ മണിക്കൂറിൽ കുറെ പണിക്കാരെ കൂട്ടിക്കൊണ്ടുപോയി അല്ലെ? അവസാന മണിക്കൂറിലും കുറെ പേരെ കൂട്ടിക്കൊണ്ടുപോയി. പക്ഷെ അവർക്കെല്ലാം കൊടുത്ത വേതനം ഒരു ദിനാറായത് അല്ലെ? അപ്പോ നമ്മള് ദൈവം പറയുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് എന്തായാലും നിങ്ങൾ വരണം. പക്ഷെ എല്ലാവർക്കുമുള്ള വേതനം ദൈവത്തിന്റെ സ്നേഹമായിരിക്കും. അതൊരു ദിനാറായിരിക്കും അല്ലെ? ഈ സ്നേഹം എല്ലാവർക്കും കിട്ടുന്ന ഒരുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ മുൻപന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും. അപ്പൊ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ കളർഫുൾ ആയിട്ടുള്ള ഗ്ലാസ് നിങ്ങൾ ഏറ്റവും മുകളിലെത്തിക്കണം. അത് ഓരോ 1 by 1 ആയിട്ട് ഓരോ ഗ്ലാസ് ഇങ്ങനെ അടിയിൽ കൊണ്ടുവന്ന് വെച്ച് 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 വേണം ചെയ്യാനായിട്ട്. നിങ്ങളിൽ ആരാണ് ചെയ്യാൻ പോകുന്നത്? ഓരോ ആൾക്കാണ് ചെയ്യാൻ അവസരം. നിങ്ങൾ ചെയ്യാനുള്ള ആളുകൾ കൈവെക്കാവോ? യെസ്, ഫൈൻ. സോ നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് കിട്ടുന്ന സമയം 1.5 മിനിറ്റ് ആണ്. എത്ര മിനിറ്റ് ആണ്? 1.5 മിനിറ്റ്. ഈ 1.5 മിനിറ്റിൽ ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും സ്പീഡിൽ ചെയ്യുന്ന ടീമായിരിക്കും വിൻ ചെയ്യുന്നത്. റെഡിയാണോ? നല്ല എനർജിയോടുകൂടി കളിക്കണം കേട്ടാ. അഭിയ റെഡിയല്ലേ? യെസ്. അല്ല റൊണാൾഡ് ഉഷാറല്ലേ? യെസ്. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Come on, come on. വേഗം 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 വേഗം. വിൻ ചെയ്യണം നമുക്ക്. Come on. Yes. Easy. Come on. എന്താ ആമ്പിള്ളേര് തോൽപ്പിച്ചു അവര്? റൊണാൾഡോ എന്തായാലും നമ്മളെ ആവേശപൂർണമായിട്ടുള്ള 3ാമത്തെ ലെവൽ അവസാനിക്കുമ്പോ വിൻ ചെയ്തിരിക്കുന്നത് ടീം എ ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം എ 3ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 90 പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങളാണ്. ജോയലെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടക്കയുടെ വിശേഷങ്ങൾ പറയും.
എത്രയിലാണ് ജോയൽ പഠിക്കുന്നത്? 8ല്. 8ലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാണ്? അവിടെ സെന്റ് മേരീസ് സ്കൂളിൽ. എവിടെ? ചെലാൻ. ചെല്ലാനത്തുള്ള സെന്റ് മേരീസ് സ്കൂളിലാണ് പഠിക്കുന്നത്. ഏത് സബ്ജക്റ്റാണ് ഇഷ്ടം? സോഷ്യൽ സ്റ്റഡീസ് ആണ്. ചെക്കന്മാരെല്ലാവരും സോഷ്യൽ സ്റ്റഡീസ് ആണല്ലോ. എല്ലാവർക്കും ഹിസ്റ്ററി വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണോ? ഹിസ്റ്ററിക്ക് അറിയാവോ? വെരി ഗുഡ്. ഹിസ്റ്ററി പഠിപ്പിക്കുന്ന സാറാരാണ്? ടീച്ചറാണ്. ടീച്ചറിന്റെ പേരെന്താ? ഷീബ ടീച്ചർ പഠിപ്പിക്കണോണ്ട് സോഷ്യൽ സ്റ്റഡീസ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, നല്ല മാർക്ക് മേടിക്കും നമ്മള്. വലുതാവുമ്പോ ആരാകാനാണ് താല്പര്യം? എഞ്ചിനീയർ ആവാനാണ് ആഗ്രഹം. യെസ്. അപ്പൊ സോഷ്യൽ സ്റ്റഡീസ് മാത്രം പോയാൽ നല്ലോണം കണക്ക് പഠിക്കണം, മാത്സ് ഒക്കെ നല്ലോണം പഠിക്കണം. മാത്സ് ഒക്കെ പഠിച്ചാലാണ് നമുക്ക് എഞ്ചിനീയറിംഗിനൊക്കെ കയറാൻ പറ്റുള്ളൂ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ ഓരോ സബ് ഡിവിഷൻസ് ഉണ്ട് ഇഷ്ടം പോലെ. എഞ്ചിനീയറിംഗ് ഇന്ന ഓരോ മെക്കാനിക്കൽ സിവിൽ കൂട്ടാണ്ട് വേറെ ഇഷ്ടംപോലെ കാര്യങ്ങളിൽ നമുക്ക് മറൈനിലുണ്ട്. പല കാര്യങ്ങളിലും നമുക്ക് വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് എടുക്കാം, കിട്ടാവുന്നുണ്ട്. പറയൂ, അബിയുടെ വിശേഷങ്ങൾ പറയും. അബി എത്രയിലാണ് പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. 9ാം ക്ലാസ്സിൽ. എവിടെ? സെയിം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പുത്തൻതോട്. ഏതാണ് ഇഷ്ടം? അബിക്ക് ഏതാ ഇഷ്ടം? മാത്സ് ആണ് ഇഷ്ടം. വലുതാകുമ്പോ ആരാകാനാണ് ആഗ്രഹം? എഞ്ചിനീയർ ആവാനാണ്. അവിടെ എഞ്ചിനീയേഴ്സ് ആണല്ലേ എല്ലാവരും തയ്യാറെടുത്തെങ്കിലും. വെരി ഗുഡ്. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടാലന്റ് ഏതാണ് ജോയലെ? സ്പോർട്സുകാരനാണ്. ഏത്? ഓട്ടോ ആണോ? ഏതിനാണോ? ഏത് 100 മീറ്റർ ആണോ 200 മീറ്റർ ആണോ? എത്ര മീറ്റർ? 400 മീറ്ററിലാണ് ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് ആണോ സ്കൂളിൽ? വെരി ഗുഡ്. നീ ജില്ലയിൽ മത്സരിക്കാൻ പോണ്ടേ? പോവാറുണ്ടാ? മഹാരാഷ്ട്രയിൽ പോയിരുന്നു. എന്നിട്ട് പ്രൈസ് കിട്ടിയാ? സെക്കൻഡ് കിട്ടി. വെരി ഗുഡ്. അത് ചില്ലറ കാര്യമാണ്. അത് നല്ലൊരു സംഭവമല്ലേ. ദൈവം വളരെ ബ്ലെസ് ചെയ്ത് തന്നേക്കുന്ന ടാലന്റ് ആണത്. അപ്പൊ നല്ലോണം ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുക. നല്ല ഒന്നാമനായിട്ട് വിജയിക്കണം നമുക്ക്. അഭിയേക്ക് ദൈവം തന്നുള്ള ടാലന്റ് ഏതാണ്? പഠിക്കാനായിട്ട്. നന്നായിട്ട് പഠിക്കുക. എന്താണ് ഇപ്പൊ എഞ്ചിനീയർ ആകാനായിട്ട് മാത്സും ഒക്കെ നന്നായിട്ട് പഠിക്കണം അല്ലേ? അപ്പൊ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹമായി മാറട്ടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കഴിവുകൾ. നമുക്ക് നമ്മുടെ അടുത്ത ലെവലിലേക്ക് പോവാം. ഓക്കെ. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 4. നമ്മളങ്ങനെ ലെവൽ 4 വരെ എത്തി. ജോയല്ലേ, നമുക്ക് ഈ പറഞ്ഞ ലെവൽ 4 ഉൾപ്പെടെ 3 ലെവലുകളാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത്. മത്സരിക്കണം, നമ്മൾ ഉഷാറായിട്ട് മത്സരിക്കണം. ഈ ലെവലിൽ നമ്മള് കണ്ടു, ഒരു പാത്രത്തില് 3 വെള്ള ബോളുകളും കൂടാതെ കുറെ 35ഓളം ബാക്കി കളറുള്ള ബോളുകളുണ്ട്. യെസ്. നമ്മുടെ ഈശോ പറയുന്നുണ്ട്, ബൈബിളിൽ പറയുന്നുണ്ട്, പുറമേ നിന്ന് നമ്മൾ കഴിക്കുന്നതാണോ നമ്മളെ അശുദ്ധമാക്കുന്നത്? എന്താണ് നമ്മൾ അശുദ്ധമാക്കുന്നത്? ഉള്ളിൽ നിന്ന് വരുന്ന അല്ലെ ദുശ്ചിന്തകള് അല്ലെ പലതുമാണ് നമ്മളെ അശുദ്ധമാക്കുന്നത്. നമ്മുടെ അലസത, മടി, സ്വാർത്ഥത, അഹങ്കാരം, ഇതൊക്കെ എവിടെ നിന്നാ വരുന്നത്? ഉള്ളിൽ നിന്ന്. ദൈവത്തിന്റെ സ്നേഹവും കരുണയും ക്ഷമയും ഒക്കെ ദൈവമാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ? അതും നമ്മുടെ ഉള്ളിലുണ്ട്. ഉണ്ടോ വിശ്വാനെ? ഉണ്ട്. ദൈവത്തിന്റെ സ്നേഹമുണ്ട്, ദൈവത്തിന്റെ കരുണയുണ്ട്, ദൈവത്തിന്റെ ക്ഷമയൊക്കെ ഉണ്ട്. ഈ വെള്ള ബോള് റെപ്രസെന്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ ക്ഷമയും ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ സ്നേഹവുമാണ്. ഈ വെള്ള ബോൾ ഇവിടെ നിർത്തിയിട്ട് നമ്മുടെ ബാക്കി കളർഫുൾ ബോളൊക്കെ ലോകത്തിന്റെ ചിന്തകളാണ്. അലസത, മടി, സ്വാർത്ഥത, അസൂയ, മറ്റുള്ളവനെ ഇടിക്കണമെന്ന് തോന്നണത്, ദേഷ്യം തോന്നണത്, ഇതൊക്കെയാണ് നമ്മളെ ബാക്കി കളറിലെ ബോള്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഊതിക്കളയണം. ഈ പ്രാണൻ, ഊതുന്ന പ്രാണൻ നമുക്ക് ആരാ നൽകിയത്? ദൈവം. എപ്പോ നൽകി? ദൈവം മനുഷ്യനെ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് അല്ലെ 1-ാം അധ്യായത്തില് 6-ാം ദിവസം ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും ആരെ സൃഷ്ടിച്ചു? മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ജീവശ്വാസം, സ്വന്തം പ്രാണൻ അവനിലേക്ക് കൊടുത്തു അല്ലേ? എന്നിട്ടാണ് അവന് ജീവൻ നൽകിയത്, മനുഷ്യന് ജീവൻ നൽകിയത്. ദൈവത്തിന്റെ സ്വന്തം പ്രാണൻ നൽകിയാണ് അല്ലെ? ആ വായു, ആ പ്രാണൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിലെ ഉള്ളിലുള്ള ബാക്കിയെല്ലാം, എല്ലാ ബോളുകളെയും മൂതി പുറത്താക്കണത്. വെള്ള ബോളുകൾ ദൈവത്തിന്റെ സ്നേഹവും കരുണയും ക്ഷമയും നിലനിർത്തണം അവിടെ.
ഐഡിയ കിട്ടിയ? നമ്മുടെ ഗെയിം അതാണ്. ബാക്കി ബോളുകളെല്ലാം ഊതി പുറത്താക്കുക, വെള്ള ബോളുകൾ മാത്രം അവിടെ നിലനിർത്തുക. ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഇത് കളിക്കാനായിട്ട് കിട്ടുന്ന സമയം 1 മിനിറ്റ് ആണ്. എത്രയാണ്? 1 മിനിറ്റ്. നിങ്ങൾ റെഡിയാണോ? റെഡി? നിങ്ങൾ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സമയത്തല്ലേ? വെള്ള ബോൾ പോകരുത്. നിങ്ങൾക്ക് ഏത് മൂലക്ക് നിന്ന് വേണമെങ്കിലും ഊതാം, എങ്ങോട്ട് വേണമെങ്കിലും ഊതാം. വാവ്, കൈ ചെയ്തു. ബാക്കി ഈസിയാണോ? ആൻമലിയ, ഓക്കെ, നിങ്ങൾക്ക് ചെല്ലാം. ഓക്കെ, നമ്മള് എന്തായാലും ഒരു 25 സെക്കൻഡ് മുമ്പ് ആയിട്ട് തന്നെ ടീം സി അഭിയ എല്ലാ നമ്മളുടെ ബാക്കി എല്ലാ ബോളുകളെയും ഊതി പുറത്താക്കി, വെള്ള ബോളുകൾ മാത്രം നിലനിർത്തി. വെരി ഗുഡ്. എന്തുപറ്റി വിഷോൻ ഉഷാറായിട്ട് ഊരി. ഇടയ്ക്ക് അണച്ചുപോയി. ഇടയ്ക്ക് ഇങ്ങനെ നോക്കി, നമ്മളേക്ക് നോക്കിന്ന്. സമയമില്ല നമുക്ക്. അപ്പൊ മത്സരമാണിത് അല്ലേ? ഊതിക്കളഞ്ഞ് ഒരു എന്താ പോയത്? സ്നേഹമാണോ കരുണയാണോ ക്ഷമയാണോ പോയത്? എന്താ പോയത്? ക്ഷമ പോയിണ്ടാവും അല്ലേ? ഊതി ക്ഷമ പോയി. ആണാ? ആ ഒരു വെള്ള ബോള് പോയി. അത് നിലനിർത്തണം. ദൈവത്തിന്റെ അതൊക്കെ നിലനിർത്തണം. എന്തുപറ്റി ആൻമേരി? ശ്വാസം കിട്ടിയില്ല അല്ലേ? ആണോ? അതാണോ? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് അല്ലെ? അത് നമ്മള് ശ്വാസം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും കുറെ ശ്രമിച്ചു, കുറെ അല്ലെ കളഞ്ഞു. നല്ലോണം പ്രാർത്ഥിച്ചു വേണം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ശ്വാസോച്ഛ്വാസം മുഴുവൻ നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥനയാക്കി മാറ്റാം. ഓരോ പ്രാർത്ഥനയാണത്. ഉള്ളിലേക്ക് നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ അതിനോടൊപ്പം ദൈവമേ നിന്റെ സ്നേഹവും കരുണയും ക്ഷമയും എന്നിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം അല്ലെ? ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എന്നിലുള്ള അഹങ്കാരവും സ്വാർത്ഥതയും എല്ലാം പുറത്തേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലെ? നല്ലൊരു പ്രാർത്ഥനയാക്കി മാറ്റാം. ഓരോ ശ്വാസോച്ഛ്വാസവും നമുക്ക് അങ്ങനെ പ്രാർത്ഥനയാക്കി മാറ്റാം. എന്തായാലും 4ാമത്തെ ലെവൽ അവസാനിക്കുമ്പോ വിൻ ചെയ്തിരിക്കുന്ന ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം സി 4ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 110. യെസ്, നിങ്ങൾ പറഞ്ഞ അത്രയും തന്നെ ഞാൻ പോയിന്റ് വരും. ടീം സി 4ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പോയിന്റ്സ് 110 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്. ഇനി നിങ്ങൾ പോയിന്റ് നേടണം. 2 ലെവൽ കൂടി നമുക്ക് മത്സരിക്കാനുണ്ട്. റെഡിയല്ലേ? ഉഷാറായിട്ട് മത്സരിക്കല്ലേ നമ്മള്? ഓക്കെ. തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അടുത്ത ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 5. നമ്മള് അല്ലെ ഇസ്രായേൽ ജനത്തെ മോസസ് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്നു അല്ലെ? രക്ഷിച്ചു കൊണ്ടുപോണ സമയത്ത് ഒരു ഘട്ടത്തില് അവരാകെ വിഷമിച്ചു. എപ്പോഴാണത്? മരുഭൂമിയിലെത്തിയപ്പോ വിഷമിച്ചു. അതിനു മുമ്പ് ചെങ്കടല് കടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെ? അവര് ചെങ്കടലിന് മുമ്പിൽ എത്തിയപ്പോഴാണ് അവിടെ നിന്ന് അകലെ നിന്നും ഈജിപ്തിലെ സൈന്യം വരുന്നതിന്റെ സ്വരം കേൾക്കാം. കുതിരക്കുളമ്പടിയുടെയും ഒരു ആർത്തലച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ആരെ കൊല്ലാൻ? ഇസ്രായേൽക്കാരെ കൊല്ലാനായിട്ട്. അവരുടെ മുമ്പിലാണെങ്കിൽ ചെങ്കടല് അല്ലെ? ചെങ്കൽ അവർക്ക് കടക്കാൻ പറ്റുന്നില്ല. അത്രയും ആഴമുള്ള കടലാണ്. വളരെ വീതിയേറിയ വലിയ ഒരു കടലാണ് ഈ ചെങ്കടല്. ചെങ്കടലിന് മുമ്പിൽ ആ സ്റ്റക്കായിട്ടിരിക്കുന്ന സമയത്ത് മോസസ് പ്രാർത്ഥിച്ചു, വടി കാണിച്ചു. ചെങ്കടൽ എന്തായി? പിളർന്ന് നല്ലൊരു വഴിയായി മാറി അല്ലേ? അപ്പോ ഇസ്രായേൽ ജനങ്ങൾ നടന്നു പോണ സമയത്ത് ഇപ്പുറത്തൊക്കെ
ഈ വെള്ളമൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ചാടാനായിട്ട് നിക്കാം അല്ലെ? പേടിയാവും അല്ലെ? ആണാ ജോയലെ? ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ നടന്നു പോകുമ്പോ ചെങ്കടൽ ഇങ്ങനെ വിഴുങ്ങാനായിട്ട് റെഡി ആയിട്ടിരിക്കണേ. അപ്പൊ ആ വഴി കൂടെയാണ് അവർ പോകുന്നത്. ഇവര് കടന്നുപോയി. ഒരുപക്ഷെ ഈജിപ്ത് സൈന്യം ചെങ്കടലിന്റെ ആ വഴിയിലേക്ക് അവരും പേടിച്ചിട്ടുണ്ടാവും. ഇത് ചെങ്കടൽ മാറി നിൽക്കുന്നു. അതിലേക്ക് കയറിയപ്പോ തന്നെ ഈ സൈന്യത്തെ മുഴുവൻ ചെങ്കടല് വന്ന് വിഴുങ്ങിക്കളഞ്ഞു അല്ലെ? അവര് വെള്ളത്തിനടിയിലായിപ്പോയി. നമ്മൾ ചെയ്യുന്ന ഗെയിം, ഈ ഗെയിം നമ്മള് ചെങ്കടലിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മളെ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി എങ്ങനത്തെ വഴിയാണുള്ളത്? ഇടുങ്ങിയതും വീതി കുറഞ്ഞത്. പിന്നെ എന്തൊക്കെയുണ്ട് അതിനകത്ത്? മുള്ളുണ്ട്, കല്ലുണ്ട് അല്ലെ? വളരെ വിശാലമായ രാജകീയ വഴിയല്ല സ്വർഗത്തിലേക്കുള്ള വഴി. അപ്പൊ നിങ്ങള് സ്വർഗത്തിലേക്ക് കടക്കാനായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഈ ബോളിനെ സമ്മതിക്കണം. നിങ്ങളാണ് ഇവരെ സ്വർഗത്തിലേക്ക് വിടുന്നത്. ഇവിടെ ചെറിയൊരു ബോളാണ് സ്വർഗമായിട്ട് നമ്മൾ കാണാം. നിങ്ങൾക്ക് ഈ ബോളിനെ ഇങ്ങോട്ട് വിടാനുള്ള ഏക വഴി ഈ മെഷർമെന്റ് ടേപ്പാണ്. ഈ മെഷർമെന്റ് ടേപ്പിലൂടെയാണ് നിങ്ങൾ ഈ ബോളുകളെ ഇങ്ങോട്ട് വിടേണ്ടത്. ഓക്കെ, വളരെ റിസ്ക് ഉള്ള, ഒത്തിരി പ്രാർത്ഥന ആവശ്യമുള്ള ഒരു ഗെയിമാണ്. കാരണം നമ്മള് ആളുകളെ സ്വർഗത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അല്ലേ? നിങ്ങൾ പോകുമ്പോ നിങ്ങൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയാ? ഇല്ല, നിങ്ങളുടെ കൂടെ ആരൊക്കെ വേണം? ആരൊക്കെ വേണം? ജോയിൽ സ്വർഗത്തിൽ പോയാ ആരൊക്കെ ജോയിൽ കൊണ്ടുപോകും കൂടെ? അപ്പനും അമ്മേനെയും കൊണ്ടുപോകും സ്വർഗത്തിലേക്ക് കൈപിടിച്ചുകൊണ്ടുപോകും. പിന്നെ എന്നെ കൊണ്ടുപോകും. ഓക്കെ, നമ്മൾ നമ്മുടെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുപോകണമെന്ന് പറയണം. കൂട്ടുകാരോട് അവരെ സുഖത്തിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ എന്ത് പറയണം? അവരോട് ആരെ കുറിച്ച് പറയണം? യേശുവിനെ കുറിച്ച് പറയണം. യേശുവിനെ കുറിച്ച് പറഞ്ഞാലാണ് നമുക്ക് അവർക്കും ആ രക്ഷയുടെ അനുഭവം കിട്ടുകയുള്ളൂ. യേശുവിന്റെ കഥ കേട്ട് യേശു വിശ്വസിച്ചാലാണ് അവരും രക്ഷിക്കപ്പെടുകയുള്ളൂ. എന്തായാലും നമുക്ക് നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇടുങ്ങിയ വഴിയായിട്ട് നമുക്ക് മെഷർമെന്റ് ടേപ്പ് ഉണ്ട്. അതിലൂടെ ആ ബോള് ഈ ചില്ല് ബോളിലേക്ക് എത്തിക്കാം. നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് കിട്ടുന്ന സമയം 1.5 മിനിറ്റാണ്. എത്രയാണ്? 1.5 മിനിറ്റ്. അപ്പൊ നിങ്ങൾ റെഡിയാണോ? ആർ യു റെഡി? നിങ്ങൾ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഗെയിം ഉഷാറാവട്ടെ. ഫിറ്റ്നസ് കളയില് പതുക്കെ പതുക്കെ good. Very good, very good. Very good, very good. പറ്റും തീർന്നു. തീർന്നു. നിങ്ങൾക്ക് തിരികെ പോവാം. അബിയ എന്താണ് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നതല്ല. കണ്ടക്കടവ് നിന്ന് വന്നിട്ടുള്ള അബിയ ആൻഡ് ജോയിലൊക്കെ ഇങ്ങനെ ഇടിച്ചു കയറിക്കൊണ്ടിങ്ങനെ ബാക്കി നിൽക്കെ ആദ്യത്തെ ബോളുകളിൽ തന്നെ 3 അവർ സ്വർഗത്തിലേക്ക് എത്തിച്ചു. നിങ്ങളും നന്നായി ഗെയിം ചെയ്തു. പക്ഷെ എന്താ പറ്റിയത്? എന്താണ് പോകാൻ തെറിച്ചു പോകാനുള്ള കാരണം എന്താണ്? അവിടെ സ്പീഡ് കൂടിപ്പോയി. കറക്റ്റ് കൺട്രോൾ ചെയ്ത് വേണം പോവാൻ അല്ലേ? ആൻമരിയ എന്താണ്? സ്പീഡായിരുന്നു, പക്ഷെ അതങ്ങനെ തെറിച്ചുപോയി. സ്പീഡ് കൂടിയാറുണ്ട്. ആണോ? സംഭവം അവിടെ എയിമൊക്കെ കറക്റ്റ് ആയിരുന്നു. അവിടെ വന്നിട്ട് അത് വീണ്ടും തെറിച്ചുപോയി. സ്വർഗരാജ്യത്തിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് എളുപ്പമാണോ? അല്ല. നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആരെങ്കിലും
നമ്മള് ആരെങ്കിലും അവര് സ്വർഗരാജ്യത്തിലേക്ക് എത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ എന്തോരം പ്രാർത്ഥിക്കണം അല്ലേ? കുറെ പ്രാർത്ഥിക്കാനുണ്ട്. സ്വർഗത്തിൽ ആരാ ഉള്ളത്? ദൈവമുണ്ട് അല്ലേ? ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാൻ സാധിക്കും. എന്തായാലും തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ 5ാമത്തെ ലെവൽ അവസാനിക്കുമ്പോൾ വിൻ ചെയ്തിരിക്കുന്ന ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം സി 5ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 130 പോയിന്റ്സ് ആണ്. വെരി ഗുഡ്. അപ്പോൾ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നമ്മളെ ഇനി ഒരു ലെവൽ കൂടിയുള്ളൂ നമ്മളുടെ ഈ എപ്പിസോഡിൽ. ഈ ലെവല് ഏറ്റവും പോയിന്റ് ഉള്ള ലെവലാണ്, ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളത്. 150 പോയിന്റാണ് ഈ ലെവലിൽ നിങ്ങൾക്ക് നേടാൻ പറ്റുന്നത്. അപ്പോൾ ആ പോയിന്റ് നേടുന്ന ആളായിരിക്കും എന്തായാലും നമ്മുടെ എപ്പിസോഡിൽ വിജയിയാവുന്നത്. സോ നമുക്ക് അവസാനത്തെ ലെവലിലേക്ക് പോവാം. ഓക്കെ, തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ലെവൽ 6. നിങ്ങൾക്ക് കുറെ ബോളുകൾ തന്നിട്ടുണ്ടല്ലേ? ഒപ്പം 3 കുപ്പി അല്ലെ, 3 ബോട്ടിൽസ്. നമ്മള് ഈശോ 40 രാവും 40 പകലും എന്ത് ചെയ്തു? മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു അല്ലെ? ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം ആരാണ് ഈശോയെ കാണാൻ വന്നത് ആദ്യം? ആരാണ്? നിക്കോദെമോസ? സാത്താനാണ് ഈശോയെ ആദ്യം കാണാൻ വന്നത് അല്ലെ? ഈശോ 40 രാവും ഉപവസിച്ച് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ആയിരിക്കുന്ന അവസ്ഥയിലാണ്. തീർച്ചയായിട്ടും 40 ദിവസം ഒരു മനുഷ്യനാണെങ്കിൽ അല്ലെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോ വിശക്കോ അല്ലെ? അവിടെ സാത്താൻ വന്നിട്ട് ആദ്യം എന്താ ചെയ്ത ആള്? എന്റെ ഈശോ, നിങ്ങൾ ഈ 40 രാവും 40 പകലൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചു, നിങ്ങൾക്കൊരു ബേക്കറി തുടങ്ങാൻ പോലെ, ബേക്കറി കട തുടങ്ങാൻ പോലെ അല്ലെ? ഈ കല്ലുകളേക്ക് മുഴുവൻ നല്ല ബണ്ണും അപ്പൊക്കെ ആക്കി മാറ്റിയിട്ട് ഒരു ബേക്കറി കട തുടങ്ങാൻ പോലെ, അത് ആവശ്യത്തിന് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ അല്ലെ? അതാണോ ചോദിച്ചത്? അല്ല, എന്താ ചോദിച്ചത്? ഈ കല്ലുകളെ നിങ്ങൾക്ക് അപ്പമാക്കി ഭക്ഷിക്കാൻ പാടില്ല. ദൈവത്തിന് അതിന് ശക്തിയില്ലേ? ദൈവത്തിന്റെ യേശുവിന് ശക്തിയുണ്ട്. യേശുവിന് വേണമെങ്കിൽ ആക്കാമായിരുന്നു അല്ലെ? വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം സാത്താന്റെ മുമ്പില്, എനിക്ക് ശക്തി ഉള്ളതാണ് നിന്റെ സാത്താനെ, നീ ഇപ്പൊ നോക്കിക്കോ, ഞാൻ ഇപ്പൊ ഒരു ബേക്കറി, ഭയങ്കര വലിയൊരു ബേക്കറി തന്നെ തുടങ്ങി കാണിച്ചു തരാം എന്ന് വേണമെങ്കിൽ യേശുവിന് വെല്ലുവിളിക്കാം അല്ലെ? പക്ഷെ യേശു എന്ത് ചെയ്ത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ടും വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? അവിടെ പ്രൂവ് ചെയ്യാനൊന്നും നോക്കിയില്ല. സാത്താനെ എതിരിട്ട് ഞാൻ പ്രൂവ് ചെയ്യാം, ദൈവം പറഞ്ഞു നീ നിന്റെ കാര്യം നോക്ക്, ഞാൻ അല്ലെ? അങ്ങനെ ഒതുങ്ങി നിന്നു. രണ്ടാമതും സാത്താൻ വന്നു. എന്താ പറഞ്ഞ? രണ്ടാമത്തെ പ്രാവശ്യം എന്ത് പറഞ്ഞ പരീക്ഷിച്ചത്? ദേവാലയത്തിന് മുകളിൽ കയറ്റി നിർത്തിയിട്ട് എന്ത് പറഞ്ഞു? താഴേക്ക് ചാടാൻ പറഞ്ഞു. സാത്താൻ അത് വെറുതെയാണ് പറഞ്ഞത്. സാത്താൻ പറഞ്ഞത് ദൈവവചനം കോട്ട് ചെയ്തിട്ടാണ് പറഞ്ഞത്. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഇത് എവിടെയാണ് പറയുന്നത്? സങ്കീർത്തനങ്ങളിൽ അല്ലേ? സങ്കീർത്തനം എത്രാമത്തെ സങ്കീർത്തനം? 91 സങ്കീർത്തനം കർത്താവിന്റെ സംരക്ഷണത്തിൽ പറയുന്നു അല്ലെ? ആ വചനം കോട്ട് ചെയ്തിട്ട് സാത്താൻ ഈശോയോട് പറയണത് എന്ത് പറയണത്? ധൈര്യമായിട്ട് ചാട്, നീ ഇതേ സങ്കീർത്തനത്തിൽ പറയണില്ലേ, നിന്നെ കാത്തു പാലിക്കാനായിട്ട് അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളു. അപ്പൊ അവിടെ എന്ത് ഈശോ പറഞ്ഞ? എന്താ പറഞ്ഞ ഈശോ? നീ നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. പിന്നെ ഉയർന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ദൈവത്തിനോട് പറഞ്ഞു, നിന്റേതാണ്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ എല്ലാം നിന്റേതാണ്. ഉടനെ ദൈവം പറഞ്ഞു, എന്താ പറഞ്ഞത്? സാത്താനെ ദൂരെ പോ അല്ലെ? അതിനെ പുറത്താക്കി.
ഇതാണ് നമ്മൾ ഈ 3 കാര്യങ്ങൾ 3 പ്രാവശ്യം പരീക്ഷിക്കപ്പെട്ട യേശുവിന്റെ അനുഭവമാണ് നമ്മളിവിടെ ചെയ്യാൻ പോണത്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ പരീക്ഷിക്കുകയാണ്. നമ്മളിലുള്ള കല്ലുകളൊക്കെ ആവാം. ഇതൊക്കെ വെച്ചിട്ട് നമ്മള് സാത്താന്റെ വാ മൂടണ സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. സാത്താൻ 3 പ്രാവശ്യം പരീക്ഷിച്ചപ്പോഴുമുള്ള അനുഭവങ്ങളിൽ സാത്താന് പിന്നെ ഒന്നും പറയാനില്ല. സാത്താന്റെ മുമ്പിൽ ബേക്കറി തുടങ്ങിയ ഈശോ ഇല്ല, അതൊന്നും ഇത് കിട്ടുന്നില്ല. ഈശോ കറക്റ്റായിട്ട് ജ്ഞാനത്താൽ നിറഞ്ഞുകൊണ്ടാണ് ഉത്തരങ്ങൾ കൊടുത്തത്, അല്ലേ? അതേപോലെ നമ്മള് ഒരു ഈ ഗെയിമിലൂടെ നമ്മൾ ഈ സാത്താന്റെ വായ മൂടിക്കെട്ടാൻ പോണേ. റെഡി? ആർ യു റെഡി? യെസ്. ഇഫ് യു ആർ റെഡി, നമുക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് 2 മിനിറ്റ് ഉണ്ട്. 2 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള CD കൊണ്ട് ഒരു ബോൾ എടുത്ത് ഈ ബോട്ടിലിന്റെ വായ് മൂടണം. ഓക്കെ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് കളിച്ചു തുടങ്ങാം. റെഡിയാണോ? നിങ്ങൾ റെഡിയാണെങ്കിൽ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പറ്റും. Come on, slowly. Yeah, good. Focus. And focus. ശ്രദ്ധിക്കുക, അത് മാത്രം ശ്രദ്ധിക്കുക. ഫോക്കസ്, വെരി ഗുഡ്. നന്നായിട്ട് ഫോക്കസ് ചെയ്യാം. വെരി ഗുഡ്. Very good. Come on. ഗുഡ് എഫേർട്ട്. അങ്ങനെ മത്സരം അവസാനിക്കും. വളരെ രസകരമായിട്ടുള്ള ഗെയിമായിരുന്നു അല്ലേ? പക്ഷെ ഈസി അല്ല അല്ലേ? പക്ഷേ അബിയ, ഇതെന്താണ് ടെക്നിക്ക്? CD എടുത്തിട്ട് ബോൾ താഴ്ത്തി കൊടുത്തപ്പ കേറി ബാലൻസ് ചെയ്ത് ഇതിന്റെ ഇവിടെ വെച്ചിട്ട് പതുക്കെ ബാലൻസ്. ഫസ്റ്റ് വീഴ്ത്തിയത് റോബർട്ടാ അല്ലേ? ഫസ്റ്റ് കറക്റ്റ് ഇട്ടത് നല്ല ഫോക്കസ്ഡ് ആയിട്ട്. നമ്മുടെ ഈ പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഫോക്കസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വേറെ ഒന്നും ശ്രദ്ധിക്കരുത്. അപ്പൊ ബോളും CD മാത്രമേ ഉള്ളൂ. കൈ വിറയ്ക്കാതെ കറക്റ്റായിട്ട് കൊണ്ടുവന്നിടണം. എന്തായാലും നന്നായിട്ട് ട്രൈ ചെയ്തു. എന്തു പറ്റി ആൻമേരി? അവിടം വരെ എത്തി, പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റണില്ല അല്ലേ? എന്തായാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓരോ സമയവും നമ്മൾ കരുതലോടെ വേണം നടക്കണം അല്ലേ? സാത്താൻ ഇങ്ങനെ അലറി നടക്കണേന്ന് പറയണം. നമുക്ക് ജ്ഞാനം വേണം, ഫോക്കസ് വേണം, നമുക്ക് നല്ല ശ്രദ്ധ വേണം. എങ്കിൽ മാത്രമേ അവനെ എതിരിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ വന്ന് നമ്മളെ ആക്രമിച്ച് കീഴടക്കും. യേശു ചെയ്ത പോലെ ശരിയായ ഉത്തരങ്ങൾ നൽകി ശരിയായ ജ്ഞാനത്തോടുകൂടെ അവന്റെ വാ അടയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഓക്കെ, എന്തായാലും തിയോഫനി ഗെയിം ഷോയുടെ ഈ എപ്പിസോഡിലെ അവസാനത്തെ ലെവൽ അവസാനിക്കുമ്പോൾ 6ാമത്തെ ലെവൽ വിൻ ചെയ്തിരിക്കുന്ന ടീം C ആണ്. കൺഗ്രാറ്റുലേഷൻ. ടീം C 6ാമത്തെ ലെവൽ വിൻ ചെയ്യുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് 150 പോയിന്റ്സ് ആണ്.
വെരി ഗുഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവസാനത്തെ പോയിന്റ് തന്നെ നമുക്ക് നോക്കാം. കുറുമ്പനാടം സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ആൻ മേരി സണ്ണിയും സ്റ്റെനി പോളും അടങ്ങിയിട്ടുള്ള ടീം എക്ക് ലഭിക്കുന്നത് 160 പോയിന്റ്സ് ആണ്. വർദ്ധല സെന്റ് ആന്റണീസ് ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള റൊണാൾഡോ ഡൊമിനിക്കും ഫിഷോൻ ഫ്രാൻസിസും അടങ്ങിയിട്ടുള്ള ടീം ബിക്ക് ലഭിക്കുന്നത് 50 പോയിന്റ്സ് ആണ്. കൊച്ചി കണ്ടക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോനോ ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജോയൽ എജയും അബിയ തെരസിറ്റയും അടങ്ങിയിട്ടുള്ള ടീം സിക്ക് ലഭിക്കുന്നത് 390 പോയിന്റ്സ് ആണ്. സോ നമ്മളുടെ ഈ പ്രാവശ്യത്തെ ഈ എപ്പിസോഡിലെ വിജയിയായിരിക്കുന്നത് കണ്ടക്കടവ് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ചർച്ചിൽ നിന്ന് വന്നിട്ടുള്ള ജോയൽ എജയും അബിയ തെരസിറ്റയും അടങ്ങിയിട്ടുള്ള ടീം സി ആണ്. കൺഗ്രാറ്റുലേഷൻ. തിയോഫനി ബൈബിൾ ഗെയിം ഷോ വിജയികളെ കാത്തിരിക്കുന്നത് വിശുദ്ധനാട് തീർത്ഥാടനം. നിങ്ങൾക്കും ഈ തീർത്ഥയാത്രയിൽ പങ്കെടുക്കാം. വിശദ വിവരങ്ങൾക്ക് 9744155533. Pilgrimage conducted by You Smart Travels Ernakulam. വിജയികൾക്ക് ഗുഡ്നസ് ടിവി നൽകുന്ന മൊമെന്റോ ഉണ്ട്. കൺഗ്രാറ്റുലേഷൻ. തിയോഫനി ഗെയിം ഷോയുടെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച ഞങ്ങൾ വീണ്ടും വരും. പുതിയ കളിക്കാരുമായി, പുതിയ കഥകളും പുതിയ അനുഭവങ്ങളും ഒക്കെയായി ഞങ്ങൾ വീണ്ടും വരും. തിയോഫനി ഗെയിം ഷോ, ഇത്തിരി നേരം ഒത്തിരി ചിന്ത. അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ ഗുഡ് ബൈ. Your time starts now. കാരാഗ്രഹത്തിലോ? അവൻ മരിക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. അവനായിരുന്നു എന്റെ ശത്രു. അവനെ ആയിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്.